ഞാൻ ബ്രോക്കർ സഹദേവൻ. ഞാൻ ചെക്കൻ്റെ അമ്മാവൻ. അമ്മേ, ഞാൻ സാബു. ആ ഇരിക്കൂ ഇരിക്കൂ. അല്ല, കുട്ടിയുടെ വല്യമ്മല്ലേ ഇവിടെ? ആ പറയാൻ മറന്നു, മോളുടെ വല്യമ്മ അവിടെ ഉണ്ട്. വല്യമ്മയെ വിളിക്കാം. വല്യടുത്തി. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, യൂട്യൂബിൽ അഭിനയിക്കുന്നില്ലേ? കളരി കുഞ്ഞമ്മ. കുഞ്ഞമ്മ ഞാനല്ല, അതെന്റെ ചേച്ചിയാണ്. ഞങ്ങളെ ഇരട്ട വെറ്റതാ. സാബുവിനെ കളരി കുഞ്ഞമ്മയുടെ കുത്തിഷ്ടപ്പെട്ടു. പെണ്ണ് കാണല് നടക്കട്ടെ. ആരാ ഈ കളരിക്കുഞ്ഞമ്മ? അതാ വല്യമ്മേരും ചേച്ചിണ്ട്. അവര് കളരിക്കുഞ്ഞമ്മ. അവര് യൂട്യൂബിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അല്ല, കുട്ടി എവിടെ? കുട്ടീനെ കൊണ്ട് വിളിക്കോ? മോളെ എന്താ ഇവിടെ കാണിക്കണേ? ഇങ്ങട് വാ മോളെ, ചായ എടുക്ക്. ചായ വേണ്ട. സാബു ചായ കുടിക്കില്ല. ആ, ഞങ്ങൾക്കാവാം. ഞങ്ങൾക്കാവാം. അമ്മാമന് ഷുഗർ അല്ലേ, ചായ കുടിക്കണ്ട. ബ്രോക്കർക്കും പ്രായമുണ്ട്, ഈ പ്രായത്തിൽ അധികം മധുരം കഴിക്കണ്ട. മോളെ, ആർക്കും ചായ വേണ്ട. നിങ്ങൾക്ക് സംസാരിക്കാണ്ടെങ്കിൽ മോളിൽ പോയിട്ട് സംസാരിച്ചോ. എന്ത് സംസാരം? ഇതൊക്കെ ഫിക്സായി. സാബുവിന് ഇഷ്ടപ്പെട്ടു. മോള് ഭയങ്കര കലാകാരിയാണല്ലേ. ചുമരുമലൊക്കെ നല്ല ഹാർട്ട് വർക്ക് ഉണ്ടല്ലോ. അയ്യോ, അത് ചേച്ചിയുടെ മോള് വെക്കേഷൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ പണി അതൊക്കെ. മോൾക്ക് ഫീൽ ചെയ്തോ? സാബുവേട്ടനൊക്കെ വെറുതെ പറഞ്ഞതല്ലേ. മോളെ എന്ന് വിളിക്കുന്നതിനോട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അത് പിന്നെ സാബുവേട്ടൻ അതൊക്കെ അറിയാം. മോൾക്ക് മോളെ എന്ന് വിളിക്കുന്നത് ഇഷ്ടമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്. എന്ത് കണ്ടീഷൻ? അതൊക്കെ ഒരു കണ്ടീഷൻ ഉണ്ട്. ബ്രോക്കർക്ക് അറിയാലോ, ഞങ്ങൾ ഇവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ മോളെ കല്യാണം കഴിക്കുന്ന ആള് ഞങ്ങളുടെ കൂടെ തന്നെ വേണമെന്നാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞങ്ങൾക്ക്. സാബുവിന് അമ്മാവനായിട്ട് ഞാനേ ഉള്ളൂ, വേറെ ആരും ഇല്ല. എനിക്ക് സമ്മതാ. പിന്നെന്താ? പക്ഷേ സാബുവിന്റെ അമ്മാവന് സാബുവിനെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് കണ്ടുവരൂട്ടാ. സാബുവിൻ്റെ അമ്മാവനെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. ഞങ്ങൾക്ക് ഒരു വിരോധവും ഇല്ല. അല്ല ബ്രോക്കറെ, എന്തിനാ വേഗം ഇങ്ങനെ കക്ഷത്തിൽ വെച്ചുകൊണ്ടിരിക്കണത്? അത് അപ്പുറത്തേക്ക് വെച്ചോളൂ. ഇത് ഞാൻ എവിടെയും വെക്കില്ല. ഇതെന്റെ ജീവിതമാർഗ. അതില് നിറച്ച് കാശാ. മോളാരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഞാനാരും പ്രേമിച്ചിട്ടൊന്നുമില്ല. സാബുവേട്ടൻ ഓപ്പൺ മൈൻഡാ. സാബുവേട്ടനോട് എന്ത് വേണമെങ്കിലും മോൾക്ക് സംസാരിക്കാം. സാബുവേട്ടൻ അതൊക്കെ ഒരു തമാശയായിട്ടല്ലേ എടുക്കുള്ളൂ. അങ്ങനെ പറയാൻ മാത്രം പ്രേമൊന്നുമില്ല. പിന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ചെക്കനോട് ഒരു ഇൻഫാക്ച്വേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞോ, സിനിമയ്ക്കൊന്നും പോയിട്ടില്ലല്ലോ? ഇല്ല, സിനിമയ്ക്കൊന്നും പോയിട്ടില്ല. മോള് പേടിച്ചോ? സാബുവേട്ടൻ ഓപ്പൺ മൈൻഡ് അല്ലേ, പേടിക്കണ്ട. അല്ല, വേറെ എന്തെങ്കിലും സംസാരിക്കണ്ടോ? ഇല്ല, വേറെ ഒന്നുമില്ല. സാബു ഫിക്സ് ചെയ്തു. സാബുവിന് ഇതന്നെ മതി. ഒരു സാബു എനിക്കൊന്നും വേണ്ട ഇയാളെ. ആ, നിങ്ങളെ ഭാഗ്യാണ് സാബുവിനെ പോലുള്ള ഒരു വരുമാനം കിട്ടിയത്. സാബു കുറെ കാലം UK-ലായിരുന്നു. നല്ല കാശാ. എന്നാ ശരി, എല്ലാം മംഗളമായിട്ട് നടക്കും. എല്ലാം ഒന്ന് മംഗളമായിട്ട് നടന്നാൽ മതിയായിരുന്നു. അതിനല്ലേ ബ്രോക്കർ സദാശിവൻ. അപ്പൊ ശരി, എല്ലാം പറഞ്ഞ പോലെ. അമ്മ എന്ത് കണ്ടിട്ട് ഓക്കെ പറഞ്ഞത്? എനിക്കൊന്നും വേണ്ട അയാളെ. എനിക്ക് ചെറുതായിട്ടൊരു ഭ്രാന്തുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. നിന്റെ ജാതകദോഷം കൊണ്ട് എത്ര കല്യാണം മുടങ്ങിയത്. പ്രായം ഇങ്ങനെ കയറി പോവുക. കല്യാണം ഒന്നും കഴിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇയാളെപ്പോഴും ഒരാളെ എനിക്ക് വേണ്ട അമ്മേ. നിനക്ക് ഓരോന്ന് തോന്നുന്നു, അയാൾക്ക് ഒരു കുഴപ്പമില്ല. നമ്മുടെ കൂടെ താമസിക്കാന്ന് പറഞ്ഞിട്ട് ദൈവമായിട്ട് ഒരാളെ കൊണ്ടുവന്നതാ. അതും ശരിയാ. ഇതെന്താ മുണ്ട്? ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ. ഇന്ന് ഞാൻ പാൻ്റല്ലേ ഇടുക. മോളെൻ്റെ പാൻ്റ് എവിടെയാണ് കൊണ്ടുവച്ചത്? മോളെ, മോളെ, സാബുവേട്ടൻ്റെ പാൻ്റ് എവിടെ വെച്ചു? മോളെ, മോളെ, സാബുവേട്ടൻ ഇന്ന് മുണ്ടെടുക്കില്ല, പാൻ്റ് ഇടുള്ളൂ. മോൾക്ക് ഉത്തരവാദിത്തമില്ല. ഇല്ല, ഇതൊക്കെ മോള് പഠിക്കേണ്ട കാര്യങ്ങളാണ്. സാബുവേട്ടന് മുണ്ട് പറ്റില്ല എന്ന് മോൾ അറിയണം. ഇത് ശരിയാവില്ല. പഠിപ്പിക്കണം. പഠിപ്പിച്ചാലേ ഇനി കാര്യങ്ങൾ നടക്കുള്ളൂ. മോളെ,
മോളെ സാബു ഇവിടുന്ന് വിളിക്കണ്ടല്ലോ. അയ്യോ, ഞാൻ സാബുവേട്ടൻ്റെ പാൻറ് തിരുമ്പാൻ വെച്ചിട്ട് അറിയാണ്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ടു. നീ അത് വേഗം ഒന്ന് എടുത്ത് കൊണ്ടുപോയി കൊടുക്ക്. അയ്യോ, ഇത് തിരുമ്പാളതായിരുന്നില്ലേ. സാബുവേട്ടാ ഇതാ വരുന്നു. സാബുവേട്ടാ ഇതാ പാൻറ്. സോറി, ഞാൻ അത് കഴുകാൻ വെച്ചിട്ട് വാഷിംഗ് മെഷീനിലേക്ക് എടുത്തിട്ടു. മോള് പാൻറ് എടുക്കുമ്പോ സാബോട്ടോടൊന്ന് ചോദിക്കണ്ടേ? സാബോട്ടൻ എന്താണ് ഇടുകയെന്ന് മോള് അറിയണം. സാബോട്ടൻ ചൊവ്വാഴ്ചകളിലേ മുണ്ടെടുക്കാറില്ല. പിന്നെ സാബോട്ടൻ കാവി മുണ്ട് എടുക്കാറില്ല, വെള്ളമുണ്ട് മാത്രമേ എടുക്കാറുള്ളൂ. ഇതൊക്കെ മോള് അറിയണ്ടേ? ഇനി ഇവിടുന്ന് അങ്ങോട്ട് അറിയണം മോള്. സാബോട്ടൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കും, എപ്പോൾ എണീക്കും, എപ്പോൾ പുറത്തേക്ക് പോകും, എല്ലാം മോള് അറിയണം. അല്ല സാബുവേട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ പഠിക്കാതൊക്കെ? സാബുവിന്റെ ഭാര്യ അറിയണം സാബുവിന്റെ ചിട്ടകളൊക്കെ. അത് സാബുവിന് നിർബന്ധ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതൊക്കെ മോളുടെ ഉത്തരവാദിത്തം നോക്കേണ്ടത്. സാരില്ല, മോള് പേടിച്ച. സാബുവേട്ട വെറുതെ പറഞ്ഞതല്ലേ, പേടിക്കണ്ട. ശരി സാബുവേട്ടാ. മോള് പേടിച്ചു. പക്ഷെ ഇത് സ്ഥിരാക്കി കഴിഞ്ഞാൽ മോള് സാബു ആരാന്ന് ശരിക്കറിയും. അമ്മ, സാബുവേട്ടന് നല്ല സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ ഭയങ്കര ചുണ്ടിക്കാരനാ. മോളെ, നിന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, എന്ത് ചുണ്ടിയായിരുന്നു. അതൊക്കെ വിചാരിക്കുമ്പോൾ സാബുവിന് ഒന്നുമില്ല. എന്നാലും അവൻ സ്ഥിരം നമ്മുടെ കൂടെ താമസിക്കാന്ന് പറഞ്ഞത് നമ്മുടെ ഭാഗ്യല്ലേ. അല്ല, അതൊരു കണക്കിന് ശരിയാണ്. എന്നാലും ഈ ദേഷ്യം ഇത്തിരി കുറഞ്ഞെങ്കിൽ നല്ലായിരുന്നു. എടഞ്ഞ കൊമ്പന്മാരെ പാപ്പന്മാരെ എങ്ങനെയാ മെരുക്കിയെടുക്കണേ, അതുപോലെ നീ മെരുക്കിയെടുക്കണം. അതെ, സാബു അവിടെ ഇരുന്ന് കള്ളു കുടിക്കാണ്. എന്താ കള്ളു കുടിക്കേ? ഹലോ, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദി കൊണ്ടുവാ കൊണ്ടുവാ. കളിച്ചേ കളിച്ചേ. അതാണ് നിങ്ങളോട് ആരാ നിർത്താൻ പറഞ്ഞേ? കളിച്ചേ കളിച്ചേ. അതാണ്. അപ്പൊ സാബു പറഞ്ഞ കേക്കും. പേടിച്ചോ? പേടിക്കണ്ട. സാബു ഒരു തമാശ പറഞ്ഞതല്ലേ. ഈ വീഡിയോ ഇപ്പോഴത്തെ ട്രെൻഡിങ് അല്ലേ. ലാലല്ല 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 ലാലല്ല. മോളെ, നീ മൊബൈൽ നോക്കിയിരിക്കണോ? മോളെ, നിന്റെ ചേച്ചീൻ്റെ മോള് ഈ ചുമരുമലൊക്കെ കുത്തി വരഞ്ഞ് വൃത്തികേടാക്കിയിട്ടുണ്ട്. സാബുവേട്ടന് അത് ഇഷ്ടമല്ല. മോളൊന്ന് ക്ലീൻ ചെയ്തേ. സാബുവേട്ടാ, അത് കുറെ ഉണ്ട് ക്ലീൻ ചെയ്യാൻ, പിന്നെ ക്ലീൻ ചെയ്താ പോരെ? സാബു പറഞ്ഞു, അത് മോള് അനുസരിക്കും. അല്ല സാബുവേട്ടാ, അതൊരാളെ വെച്ച് ക്ലീൻ ചെയ്താ പോരെ? മോളെ, മോള് സാബുവിനോട് അഭിപ്രായം പറയണ്ട. സാബു പറയണത് മോള് കേട്ടാ മതി. സാബുവേട്ടാ, ഇത് പോണില്ല. മോള് പേടിച്ചോ? മോള് പേടിക്കണ്ട. സാബുവേട്ടനൊരു തമാശ പറഞ്ഞതല്ലേ. മോളതൊക്കെ കാര്യാക്കിയോ? നിങ്ങൾ പേടിച്ചോ? സാബു വെള്ളമൊന്നും കുടിക്കില്ല. ഇത് കട്ടൻ ചായ.
ലാ 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 ലാ. സാബുട്ടാ ഇപ്രാവശ്യം മഴ നേരത്തെ തുടങ്ങിയില്ലേ? സാബ് കുറെ മഴയൊക്കെ കണ്ടിട്ടുണ്ട്. സാബുട്ടാ ദേ വിഷ്ണു. വിഷ്ണു എന്നാലും നമ്മുടെ കല്യാണത്തിന് നീ വന്നില്ലല്ലോ. എനിക്ക് ഒഴിവ് കിട്ടിയില്ലടി ആ സമയത്ത്. സാബുട്ടാ ഇതെന്റെ അമ്മാന്റെ മോനാ. സാബേട്ടാ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല. എൻ്റെ പേര് വിഷ്ണു. ഞാൻ സാബു. പരിചയപ്പെട്ടതിൽ സന്തോഷം. നീ സാബുവേട്ടനെ കൊണ്ട് വീട്ടിലേക്കൊക്കെ ഇറങ്ങ്. ഓ ഈ മഴയൊക്കെ ഒന്ന് ചോരട്ടെ, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. സാബുട്ടാ നമുക്ക് പോവല്ലേ? എന്നാലും നീ കല്യാണത്തിന് വരാനത്തെ എനിക്ക് പരിഭവമുണ്ട്. അപ്പം ശരി. ശരി സാബേട്ടാ, കാണാം. മോളെ സാബുട്ട പോരാ, മോള് നടന്നോ. അനിയ എന്നാ അവിടെ നിന്നേ. എന്താ സാബേട്ടാ? അനിയ സത്യം പറയണം, അനിയനും സുബേൻ തമ്മിൽ പ്രേമുണ്ടായിരുന്നോ? സത്യം പറയാ, സാബുവേട്ടന് ഓപ്പൺ മൈൻഡാ. പ്രേമോ? സുമയായിട്ടോ? ഒന്ന് പോ സാബേട്ടാ. അനിയ സാബുവേട്ടന് ഓപ്പൺ മൈൻഡാ. കള്ളം പറയണത് സാബുവേട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ട് അനിയ സത്യം പറ. സത്യം പറഞ്ഞില്ലെങ്കിൽ അത് പറയിപ്പിക്കാൻ സാബുവേട്ടന് അറിയാം. സാബേട്ടാ ഞങ്ങൾ തമ്മിൽ സത്യമായിട്ട് ഒന്നുമില്ല കേട്ടോ. ഇപ്പൊ സാബുവേട്ടൻ വിശ്വസിച്ചു. പക്ഷേ ഇതിലെന്തെങ്കിലും മാറ്റണ്ടെന്ന് അറിഞ്ഞാൽ സാബുവേട്ടൻ കളി പഠിപ്പിക്കും. ഈ സാബുവേട്ടൻ ആരാന്ന് അറിയും. അയ്യോ, അനിയൻ പേടിച്ചോ? സാബുവേട്ടനൊരു തമാശ പറഞ്ഞല്ലേ, അനിയൻ പേടിക്കണ്ട. മോളെ സാബുവേട്ടന് വഞ്ചന തീരെ ഇഷ്ടമല്ല. സാബുവേട്ടനെ വഞ്ചിക്കുകയാണെങ്കിൽ പണി കിട്ടും. സാബുവേട്ടൻ നൈസായിട്ട് അങ്ങോട്ട് തട്ടും. മോള് പേടിച്ചോ? സാബുവേട്ടനൊരു തമാശ പറഞ്ഞല്ലേ, മോള് പേടിക്കണ്ട. വാ. സാബുട്ടാ ആ വിഷ്ണു വിളിക്കുന്നുണ്ട്. നീ നടന്നോ, ഞാനോട് വരാം. എന്തനിയ പ്രശ്നം? താങ്കൾ എന്ത് പരിപാടി കാണിച്ചത്? അനിയ കൈയെടുത്ത് ഞാനെന്താ കാണിച്ചേ? താൻ എന്താ പറഞ്ഞേ? ഞാനും സുമയും തമ്മിൽ പ്രേമാണോ? സുമ എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മോളുണ്ടോ? അനിയോ സാബുവേട്ടനൊരു തമാശ പറഞ്ഞല്ലേ, അതനിയ കാര്യാക്കിയോ? അനിയോ കൈയെടുക്കനിയോ, ആൾക്കാർ കാണുന്നുണ്ട്. സാബുട്ടാ ഇതിൽ പ്രശ്നമുണ്ടോ? സുമേ പ്രശ്നമൊന്നുമില്ല. അതെ അനിയൻ സാബുവേട്ടനൊന്ന് കാണാൻ വന്നാണേ, കുഴപ്പമൊന്നുമില്ല. പോരാ സാബുവേട്ടൻ പോരാ. നീ മേലെ താൻ ഇജാതി വല്ല വാർത്താനം പറഞ്ഞു അടിച്ച് തന്നെ പരിപ്പളക്ക് ഞാൻ. അനിയ സാബുവേട്ടനൊരു അബദ്ധം പറ്റിയല്ലേ, ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അനിയൻ ഇത് ആരോടും പോയി പറയരുത്, സാബുവേട്ടന് മോശമാണ്. അപ്പൊ ഓക്കെ അളിയാ, എല്ലാം സെറ്റാണ്. സാബുവേട്ടനെ കുറച്ച് തിരക്കുണ്ട്, പിന്നെ കാണാം. ഇനി എങ്ങാനും ഇങ്ങനെ വല്ലതും ഉണ്ടായ വിഷ്ണു ആരാന്ന് സാബു അറിയും. അവൻ പറഞ്ഞു വിഷ്ണു നിങ്ങളെ നമ്മൾ ഇഷ്ടത്തിലായിരുന്നു. സാബുട്ടാ വെറുതെ അനാവശ്യം പറയരുത്. സാബു ഓപ്പൺ മൈൻഡാ, സാബു നോണ പറയില്ല. നീ വിഷ്ണു കൂടി എന്നെ പൊട്ടനാക്കുക. സാബുട്ടാ അനാവശ്യം പറയരുത്. അത് കൊള്ളാലോ, നീ സാബുവിനോട് പറയാനൊക്കെ ആയോ? അമ്മമ്മ ഇത് സഹിക്കാൻ പറ്റില്ല. സാബുട്ടൻ എന്നെ അടിച്ചു. സാബു നിന്നെ അടിച്ചുവോ? അടിച്ചു. അയാൾക്ക് സംശയരോഗ. എന്റെ ചേച്ചി കളരി കുഞ്ഞമ്മ നിന്നെ കളരി പഠിപ്പിച്ചിട്ടില്ലേ? ഒന്നും നോക്കണ്ട, സാബുവിനിട്ട് പൊട്ടിച്ചോ. നീ സാബുവിനെ തുറച്ചു നോക്കി പേടിപ്പിക്കേ? നീ സാബുവിനെ അടിക്കാനായോ? സാബുട്ടൻ പേടിച്ചു. സാബുട്ടൻ പേടിക്കണ്ട, മോളൊരു തമാശ കാണിച്ചല്ലേ. സത്യം പറയടോ, താ UK പോയിട്ടുണ്ടോ? സാബു UK അല്ല, കേരളത്തിന് പുറത്തേക്ക് തന്നെ പോയിട്ടില്ല. സാബുവിന്റെ അടുത്ത് കാശൊന്നുമില്ല, പറഞ്ഞു വിടരുത്. ഇനി മര്യാദക്ക് ഞങ്ങൾ പറയണത് കേട്ടാ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇറങ്ങി പോണം. ഹലോ ഡോ സഹദേവൻ ബ്രോക്കറെ, ഞങ്ങളോട് ഈ ചതി വേണ്ടായിരുന്നു. ഞാനെന്താ കാണിച്ചേ? നിങ്ങളൊരു വൃത്തികെട്ടവനാണല്ലോ എൻ്റെ മോളുടെ തലയിൽ കെട്ടിവെച്ചത്. നിങ്ങൾ വെറുതെ ചൂടാകൊന്നും വേണ്ട, ഞാൻ ബ്രോക്കറാണ്. എൻ്റെ പണി കല്യാണം കഴിപ്പിക്കില്ല. ഇത് കല്യാണം കഴിപ്പിക്കലല്ല, നിങ്ങൾക്ക് നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാ. അല്ല, നിങ്ങൾക്ക് ഡൈവേഴ്സ് ചെയ്യിപ്പിക്കണ? അതും ചെയ്തു തരാം. ഞാൻ ബ്രോക്കറാണ്, എനിക്ക് പൈസ കിട്ടിയാൽ മതി. ശരിയാണല്ലോ പറയുന്നത്. എവിടാ സാബുവിന്റെ അമ്മാവൻ?
ഒന്ന് കാണിച്ചു കൊടുക്കാൻ ഞാൻ. എന്നെ തല്ലരുത്. നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ? ആ സുമയുടെ ജീവിതം തകർത്തില്ലേ? പറ്റിപ്പോയി. ആ ബ്രോക്കർ സദാശിവൻ ചതിച്ചതാ. ആ ബ്രോക്കർക്ക് കാശ് കിട്ടാൻ വേണ്ടി അയാൾ കളിച്ച കളിയാണ്. സാബ് തല്ലിപ്പൊളിയാ. സാബുവിന്റെ ഈ അമ്മാവൻ പാവാ. ആവു, തല്ലുള്ളാതെ രക്ഷപ്പെട്ടു. ആ സാബു മോനോ? സാബു അമ്മാവനൊന്ന് കാണാച്ച് വന്നതാ. അല്ല, സാബു മോന് സുഖല്ലേ? ആ ഇങ്ങനെയൊക്കെ പോണു. ആ വീട്ടിലൊരു ബംഗാളിനെ പോലെ അങ്ങനെ പണിയെടുത്ത് ജീവിച്ചു പോണു. പിന്നെ എന്താ ഒരു ഗുണം വെച്ചാൽ 3 നേരം നല്ലോണം ഭക്ഷണം കിട്ടും. ആ പിന്നെ നിങ്ങൾ എൻ്റെ അമ്മാവനാവോണ്ട് രക്ഷപ്പെട്ടു. ആ സഹദേവൻ ബ്രോക്കറില്ലേ, അയാളെ പോലീസിനെ കൊണ്ട് അവർ പിടിപ്പിച്ചു.